ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ സംബന്ധിച്ചാണ്. കുടുംബം എന്ന് പറയുന്നത്, കുടുംബത്തിന് നിർമ്മിതി എന്ന് പറയുന്നത് സഭയുടെ സമൂഹത്തിൻ്റെയൊക്കെ അടിസ്ഥാന ആവശ്യമാണ്, അടിസ്ഥാനമായ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നല്ല കുടുംബങ്ങൾ ഉള്ളിടത്താണ് നല്ല സമൂഹത്തിൻ്റെ നിർമ്മിതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവം കുടുംബത്തെ വളരെ അടിസ്ഥാനമായ ഒരു ദൈവരാജ്യ സങ്കല്പം എന്ന നിലയ്ക്ക് പണിതിട്ടുണ്ട്. നമ്മളും അത് തുടരുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മളതിനെപ്പറ്റി പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഞാനൊരിക്കൽ ഒരു ടി വിയിലെ ഒരു ഡിസ്കഷൻ കണ്ടതാണ്. അതിനകത്തൊരു സിസ്റ്റർ അതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണ്, കുടുംബം എന്ന് പറയുന്ന ഉണ്ടായി കിട്ടുന്ന റെഡിമെയ്ഡൊന്നുമല്ല, കുടുംബം എന്ന് പറയുന്ന ഉണ്ടാക്കുന്നതാണ്. ലഭ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗിച്ച് നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുടുംബം. അപ്പം കുടുംബത്തിൻ്റെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പലപ്പോഴും മാരേജിന് മുമ്പ് ഉണ്ടാകുന്നത് പോലെ ആയിരിക്കില്ല യഥാർത്ഥ വിവാഹം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് കടമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തെല്ലാമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ള ആൾ, നമുക്ക് തന്നിട്ടുള്ള സാമ്പത്തിക വരുമാനം, നമുക്ക് തന്നിട്ടുള്ള ജോലി, നമുക്ക് തന്നിട്ടുള്ള സമയം, നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം, നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചൊരു കുടുംബത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന നിരന്തര യത്നത്തിലാണ് ഓരോ വ്യക്തിയും ഏർപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അത് ചെറിയൊരു കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പരാതികളിൽ നിന്ന് പിന്മാറാനായിട്ട് സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരാതിയുള്ളവരായിക്കൊണ്ടിരിക്കും, ലഭ്യമായ പലതിലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ ദൈവം തന്ന എല്ലാ കാര്യങ്ങളിലും തൃപ്തിയോടുകൂടി നമ്മൾ സമീപിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ പരാതികളില്ലാതെ ലഭ്യമായത് എന്ത്, അത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണത് കുടുംബ നിർമ്മിതിയിലേക്ക് എത്തിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ടും പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. നമ്മൾ ഇന്ന് എങ്ങനെയാണ് കുടുംബത്തിൻ്റെ പേരൻസിൻ്റെ റോള് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മളത് പേരൻസ് ആസ് എനേബിളേഴ്സ് എന്നൊരു പദമാണ് നമ്മൾ അതിനെ ടൈറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ വേഴ്സസ് സറണ്ടറിങ് ടു ഗോഡ്സ് വിൽ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് കുടുംബ നിർമ്മിതി, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, എങ്ങനെയാണ് കുട്ടികളെ നല്ലവരാക്കി മക്കളെ നല്ല രീതിയിൽ പേരൻ്റ് ചെയ്യുക എന്നതിന് വേണ്ടി നമുക്ക് അറിവുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മളെങ്ങനെയാണ് കടന്നുപോയത് എന്നനുസരിച്ചിരിക്കും. സാധാരണ പേരൻസ് പറയുന്നൊരു കാര്യമായി, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പേരൻസ് ഇങ്ങനെയാണ് ഞങ്ങളെ നടത്തിയത്. അപ്പോൾ നമ്മുടെ ഈ കാര്യത്തിലുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ നടത്തപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ പേരൻസ് നമ്മളോട് എങ്ങനെ പെരുമാറി, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ അങ്കിള് ആൻറ്റി, അവരൊക്കെ എങ്ങനെയാണ് നമ്മളെ പേരൻ്റ് ചെയ്തത്, അവരെങ്ങനെയാണ് നമ്മളെ വളരാൻ സഹായിച്ചത്, അതേ മെത്തേഡാണ്. ഞാനൊക്കെ നന്നിട്ട് അടി കൊണ്ട് വളർന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അടി കൊള്ളണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈൻ. ഞാൻ വഴക്കേട്ട് വളർന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പട്ടിണിയിൽ കഷ്ടപ്പെട്ട് വളർന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാം. അപ്പോൾ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കണം മക്കൾ അനുഭവിക്കേണ്ടത് എന്ന് പലപ്പോഴും ശഠിക്കാറുണ്ട്. പക്ഷേ അത് അത്രത്തോളം ശരിയാകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മക്കളെ വളർത്താനായിട്ട് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റി പറയാം. രണ്ടാമത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കൃത്രിമത്വത്തിലൂടെ, അവരെ മാനിപ്പുലേഷനിലൂടെ അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ദൈവഹിതത്തിലേക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് പ്രാധാന്യം എന്നുള്ളതാണ് നമ്മുടെ ചിന്തയുടെ വിഷയം. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ നമ്മുടെ സാധാ മലയാളത്തിൽ, അക്കാഡമിക് ഭാഷ വിട്ട് സാധാ മലയാളത്തിൽ ഇങ്ങനെ എഴുതാം: ദൈവഹിതത്തിന് കീഴടങ്ങാൻ മക്കളെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കൾ. അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ പറയാം. ദൈവഹിതത്തിന് കീഴടങ്ങാൻ മക്കളെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കൾ. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ ഞാൻ അങ്ങനെ റീടൈറ്റിൽ ചെയ്യുകയാണ്. നമുക്ക് എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് നിയന്ത്രണവും ഉപയോഗിക്കുക, രണ്ട് കൃത്രിമത്വം ഉപയോഗിക്കുക. എന്താണ് നിയന്ത്രണം എന്ന് അല്ലെങ്കിൽ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് ഡൂസ് ആൻഡ് ഡോൺസ് പറയുക എന്നുള്ളതാണ്
ഈ നിയന്ത്രണത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മക്കൾ എന്ത് ചെയ്താലും അത് ചെയ്യരുത്. ഞാൻ ഒത്തിരി നിയന്ത്രണത്തിൽ വളർന്ന ആളാണ്. അതിനകത്ത് എൻ്റെ പേരൻസിൻ്റെ എന്താ പറയുന്നത്, അവരുടെ വിശ്വാസവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ മാത്രമല്ല, അവരുടെ വിശ്വാസവും കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എനിക്ക് താല്പര്യമുള്ളതെന്ന് ഞാൻ വിചാരിച്ച, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും, തെറ്റല്ലാതെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ വരെ എനിക്ക് കളിക്കാൻ പോവുക, അതുവരെ എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഘട്ടങ്ങളിൽ. അതൊക്കെ എന്നെ പിന്നീട് അത് വളരെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമായിരുന്നില്ലെങ്കിൽ കൂടിയും അവരതിനകത്ത് കാണുന്ന ചില സാധ്യതകൾ വെച്ചിട്ടാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിനെ അവർ കുറ്റം പറയാൻ നിങ്ങളാരും വിചാരിക്കേണ്ട, ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അതിന് ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനീ പറഞ്ഞൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ ഈ നിയന്ത്രണം കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന, ഓവർ നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന 1-2 അപകടങ്ങൾ എന്താണെന്നറിയാമോ? അവരുടെ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ നമ്മൾ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഓട്ടോണമി എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അവരെല്ലാ കാര്യത്തിനും പേരൻസിൻ്റെ അടുത്തേക്ക് ഓടി വരിക, എന്നാ ചെയ്യേണ്ടത്, അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ അങ്ങനെ വരേണ്ടി വരുന്നതെന്ന് അറിയാമോ? അവർക്ക് അറിഞ്ഞുകൂടാ ആ പ്രായത്തിൽ പോലും എടുക്കേണ്ട തീരുമാനങ്ങൾ. ഞാൻ ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്, ഏത് പെൻസിലാണ് കൊണ്ടുപോകേണ്ടത്, ഏത് ചെറിയ കാര്യങ്ങളിൽ വരെ അവർക്ക് തീരുമാനം എടുക്കാനാവാതെ കൊണ്ട് അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഒന്നുകിൽ നാം അവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഓവറായിട്ട് നമ്മൾ പാമ്പർ ചെയ്തിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അവരെ വല്ലാതെ സ്നേഹിച്ച് വഷളാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസും നിയന്ത്രണവും കൊടുത്ത് അവരെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടും ബാലൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപകടമാണ് ഞാൻ എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കാൻ ഒരു പ്രായത്തിലും കഴിയാതെ വരിക. ഇവൻ ചിലർക്കൊക്കെ മാരേജ് കഴിഞ്ഞാൽ പോലും, കുടുംബമായാൽ പോലും സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുണ്ട്. ഞാൻ വർക്ക് ചെയ്തെടുത്ത ക്യാമ്പസിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് ആ അങ്കിളൊരു 60 വയസ്സായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അത് കഴിയുമ്പോൾ ആൻറ്റി പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എന്നെ ഒരു കാര്യം ചെയ്യാൻ പോലും ഇതുവരെ. ആൻറ്റിയുടെ വീട്ടിൽ വളരെ ചെറുപ്പം തൊട്ടേ വളരെ കെയറിൽ വളർന്ന ഒരാളാണ്. അതിനുശേഷം പിന്നെ ഈ അങ്കിള് കല്യാണം കഴിച്ചതിന് ശേഷവും വളരെ കെയറിൽ വന്നയാളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു കാര്യം പോലും തീരുമാനം എടുക്കേണ്ട ആവശ്യം പുള്ളിക്കാരിക്ക് വന്നിട്ടേ ഇല്ല. ഒരു ലൈഫ് മുഴുവൻ കെയറിങ്ങിനകത്ത് തന്നെ കൺട്രോളിൻ്റെ മറ്റൊരു തലമാണത്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നതാണ് പലപ്പോഴും തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്തവരാക്കി കളയുക. ഒരു പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ വരിക. അതുപോലെ തന്നെ സ്വയമായി നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ, എനിക്കതിന് കഴിയും, എനിക്ക് ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നുള്ള ഒരു ബോധമൊക്കെ ഇല്ലാതാക്കി കളയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുകൊണ്ടാണ്. നമുക്ക് നിയന്ത്രണം എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്ക് പേരൻസിന് നിശ്ചയമുണ്ടായിരിക്കണം. ഏതെല്ലാം മേഖലകളിലാണ് നിയന്ത്രണം ആവശ്യമുള്ളത്? 10 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കേണ്ട നിയന്ത്രണം 5 വയസ്സിന് കൊടുക്കുന്ന കുഞ്ഞിനോട് കൊടുക്കുന്ന നിയന്ത്രണം രണ്ടും രണ്ടാണ്. 10 വയസ്സിൽ നിയന്ത്രിക്കേണ്ടതാണോ 5 വയസ്സിൽ കൊടുക്കേണ്ട നിയന്ത്രണം? ഇതെവിടെയെങ്കിലും തെറ്റുകൾ വരുന്നിടത്ത്, അല്ലെങ്കിൽ അത് അനാവശ്യ നിയന്ത്രണങ്ങളായി മാറിപ്പോകുന്നിടത്ത് അവർ സ്വയം സംശയിക്കാൻ ആരംഭിക്കുകയോ സ്വയമായി തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് അവർ നയിക്കപ്പെടുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പേരൻസ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അപകടകരമായൊരു കാര്യമാണ് അനാവശ്യമായ നിയന്ത്രണങ്ങൾ എന്നോർത്ത് കുട്ടികളെ അവരുടെ രൂപത്തിൽ അവരുടെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നുള്ള, അതാത് പ്രായത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. അത് സ്കൂളിലാണെങ്കിലും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നാം നിയന്ത്രിക്കുന്ന അതേ നിയന്ത്രണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നാം അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ എടുക്കുന്ന നിയന്ത്രണം കുഞ്ഞുങ്ങൾ നിയന്ത്രിക്കുമെന്ന് വിചാരിക്കാൻ പാടില്ല. അവിടെ അത് തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നിടത്താണ് പലപ്പോഴും അവർ കഴിവില്ലാത്തവരോ പ്രാപ്തരല്ലാത്തവരായിട്ട് മാറുന്നത്. എല്ലായ്പ്പോഴും തിരിച്ചു വന്ന് പേരൻസിനോട് ചോദിക്കേണ്ടി വരുന്നത്, എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം
ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്ത് ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം പറയുക, ഈ 2012 വരെയുള്ള തലമുറ, 2000 വരെ തലമുറയാണ്, അതെ 2012 തലമുറ, അവരെ ജനറേഷൻ എന്ന് വിളിക്കുന്നത്, ഇസഡ് ജനറേഷൻ. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള പ്രശ്നം, അവർ മെഷീൻ്റെ ഒപ്പമാണ് വളരുന്നത്. മെഷീൻ വളരുന്ന വേഗത്തിൽ വളരുന്നത്. ഒരു 2000 വരെ മെഷീൻ ഇത്രയും വളർച്ചയില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇത്രയും വളർച്ച ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ തലമുറയെല്ലാം മെഷീൻ്റെ ഒപ്പം വളരുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു സിനിമ കാണണം എന്ന് തുടങ്ങിയ 90-ലുണ്ടായിരുന്ന ഒരാൾക്ക് എന്ത് വേണ്ടി വരുമായിരുന്നു അറിയാമോ? അയാൾക്ക് പോയിട്ട് ഒരു യുവാവിനോ ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ ആർക്കോ പോയിട്ട് ഒരു തിയേറ്ററിൻ്റെ അവിടെ പോയി ക്യൂ നിന്ന് സമയം എടുത്ത് ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കാണണമായിരുന്നു. ഇനി അവർക്ക് അന്നൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോയി ഹോട്ടലിലൊക്കെ പോയി അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് എങ്കിൽ സാധിക്കുമായിരുന്നു. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറയുന്നത്, അന്നത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പ്രണയിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എഴുതണമായിരുന്നു, അതിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈമുള്ള സമയമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഭക്ഷണം വേണോ, നിങ്ങൾ മൊബൈൽ എടുക്കുന്നു, ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ വരുന്നു. നിങ്ങൾക്ക് പ്രണയിക്കണമോ, നിങ്ങൾ മൊബൈൽ എടുക്കുന്നു, നിങ്ങളിതിലൂടെ വളരെ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നു. അതും ഇന്ന് സ്മൈലികളുടെ കാലഘട്ടമാണ്. കൂടുതലൊന്നും പറയുക പോലും വേണ്ട, വാക്കുകളൊന്നും വേണ്ട, ചില ചിത്രങ്ങൾ കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എത്ര സ്പീഡിയാണെന്നറിയാമോ ഈ തലമുറ? ഒരു സിനിമ കാണാൻ തോന്നിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി, ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റും അവർക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മെഷീൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയ്ക്ക് വളരെ ക്വിക്കായിട്ട് അവരുടേതായ ലോകത്തെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും, വളരെ പെട്ടെന്ന്. അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ഈ സമയമില്ലായ്മയാണ് അവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. മറ്റേത് കാത്തിരിക്കാൻ ശീലിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്താൽ അതിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാൻ ശീലിക്കുമായിരുന്നു. അത്രയും സമയം കാത്തിരിക്കാനുള്ള മാനസിക ബലമുണ്ടായിരുന്നു. ഇന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരണമാണ്. ഉദ്ദേശിക്കുന്ന കാര്യം അവരുദ്ദേശിച്ച സമയത്ത് നടന്നില്ലെങ്കിൽ, ഉടനെ നടന്നെങ്കിൽ പ്രതികരണമാണ്. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്തു കളയാം, ഇറങ്ങിപ്പോകണമെങ്കിൽ പൊയ്ക്കളയാം. അവരുടെ തീരുമാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് എത്ര പെട്ടെന്ന് മറുപടി വേണമോ അത്രയ്ക്കും പെട്ടെന്ന് മറുപടി കിട്ടുന്നൊരു സമയത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയ്ക്കുണ്ടാകുന്ന സ്ട്രഗിൾസിനെ തിരിച്ചറിയാനായിട്ട് പേരൻസിന് കഴിയുന്നില്ലെങ്കിൽ അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുണ്ടാക്കുന്ന ഏതൊരു നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് അവർക്ക് കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഏതൊരു നിയന്ത്രണവും അനാവശ്യമായ ഏത് നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കടന്നു പോകാൻ അവർക്ക് വഴികളുണ്ട് എന്നറിഞ്ഞിരിക്കണം. ഒരു കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ കൊറോണ വന്നപ്പോൾ എന്തുകൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നിർബന്ധമാക്കേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞ മെഷീൻ്റെ കാലഘട്ടത്തിൽ നിൽക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഈ കൺട്രോൾ എന്ന് പറയുന്നത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒരു പക്ഷേ അവരെ കുഴപ്പത്തിലേക്ക് ചാടിച്ചേക്കും. കൊലോസ്യ ലേഖനം 3:21 പറയുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യർ 3:21 പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നിങ്ങളുടെ കോപിപ്പിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ളത് അവർ അധൈര്യമുള്ളവരായി മാറും, ജീവിതത്തെ നേരിടാൻ പ്രയാസമുള്ളവരായി മാറും, തോൽവി നേരിടുന്നവരാകും, പെട്ടെന്ന് തോറ്റുപോകാൻ പറ്റുന്നവരാവും, ഹൃദയത്തിന് ബലമില്ലാത്തവരായി, ആരോഗ്യമില്ലാത്തവരായി, ജീവിതത്തെ നേരിടാനുള്ള മനോബലമില്ലാത്തവരായി മാറിപ്പോവും. അതുകൊണ്ട് കൊലോസ്യ ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, മക്കളെ നിങ്ങൾ അനാവശ്യമായിട്ട് കോപിക്കാൻ പാടില്ല. അതവർക്ക് ജീവിതത്തിൽ എപ്പോഴും പരാജയം ഉണ്ടാക്കി കൊടുക്കുവാനിടയാകും. മറ്റൊരു കാര്യമാണ് മാനിപ്പുലേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയ പലപ്പോഴും പേരൻസ് ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെ പറയും, നീ ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. നമ്മുടെ ഉള്ളിലൊരു പ്രശ്നം അവരുടെ ഉള്ളിലേക്കൊരു കുറ്റബോധമാക്കി മാറ്റിക്കളയുക. നാം നേരിടുന്നൊരു പ്രശ്നം, നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വന്നിട്ട് മക്കളുടെ തലയിൽ കൊടുത്ത് ആ കുറ്റബോധം മുഴുവൻ അവരുടെ തലയിൽ കൊടുക്കുകയാണ്. നീ ഉണ്ടായതിന് ശേഷമാണ്
ഇപ്പം ഈ പ്രശ്നം നീ കാരണം ഉണ്ടായതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒരു തലയിൽ കൊടുക്കുക. പലപ്പോഴും കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന പേരൻസ് ഉണ്ട്. അവരുടെ പല കാര്യങ്ങളെയും കട്ട് ചെയ്ത് കളയും, ചില കാര്യങ്ങളെ ആനുകൂല്യങ്ങളെ ഒഴിവാക്കി കളയും. ഡ്രസ്സ് വാങ്ങിച്ച് തരില്ലാന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്, ചില ഭക്ഷണം തരില്ലാന്നായിരിക്കും. അങ്ങനെയൊക്കെ ആത്മീയ കാര്യങ്ങൾ വരെ ചെയ്യുന്ന ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളെ നടപ്പിലാക്കുക, അവരെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുക. ഇനി മറ്റൊന്നാണ്, ഇരയാണ്, നിൻ്റെ തെറ്റിൻ്റെ ഇരയാണ് ഞാൻ, നിൻ്റെ പ്രവൃത്തിയുടെ ഇരയാണ് ഞാൻ എന്ന് പേരൻസ് പലപ്പോഴും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. അതും അവരെ കുഴപ്പത്തിലാക്കും. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് കൊടുക്കേണ്ടതായ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞ് ഒരു 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 സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ വരുമ്പോൾ നല്ലതെന്ന് പറയേണ്ടതാണ് പറയാതിരിക്കുക. ഒരു സന്തോഷത്തിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ച് വരുന്ന മക്കളോട് അത് കൊടുക്കാതിരിക്കുക, തടഞ്ഞു വെക്കുക, ഇമോഷണലി അവരെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പേരൻസിന്. അതോടുകൂടി അവർ നിയന്ത്രിക്കാമെന്ന് അവർ വിചാരിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് ഞാൻ വായിച്ചു. അതിങ്ങനെ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്, അവരുടെ യാഥാർത്ഥ്യങ്ങളാണ്, പക്ഷെ അതിനെ അംഗീകരിക്കില്ല. എനിക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾക്കുണ്ടാവില്ല എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കുന്നു. അനുഭവങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓരോ തലമുറകൾ കഴിയുന്നതോറും അനുഭവങ്ങളുടെ ആഴം വ്യത്യാസമാണ്, അതിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. എനിക്കില്ലാത്ത അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ, അത് ആത്മീയ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആത്മീയ അനുഭവങ്ങൾ തന്നെ വേറെ മാറി വന്നേക്കാം. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി വ്യത്യസ്തമാണ്. ഞാനൊരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാദറിനോട്, അതെൻ്റെ മനസ്സിൽ കിടക്കുന്നതായിട്ട് അതെനിക്ക് മുറിവേറ്റെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് എന്നാ ടെൻഷൻ ഇരിക്കുന്നത്? വീട്ടിൻ്റെ കാര്യം വല്ലതും നോക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. അതോടുകൂടി എനിക്ക് തുറന്നു പറയാനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു. പിന്നെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യവും എൻ്റെ ഫീലിങ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മക്കൾ പറയുമ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഫ്രീഡം പേരൻസിനുണ്ടാവണം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. മാനിപ്പുലേഷൻ ഒത്തിരി തരത്തിലുണ്ട്. അങ്ങനെ മാനിപ്പുലേഷൻ നടത്തിയ ഒരാളെ പറ്റി ഞാൻ പറയാം. റെബേക്ക എന്ന് പറയുന്ന ഒരമ്മച്ചി അവരുടെ മോൻ യാക്കോബിനെ നന്നായിട്ടൊരു മാനിപ്പുലേഷൻ നടത്തി. ഉൽപ്പത്തി പുസ്തകം 24-25 നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ എന്നാ സംഭവിച്ചെന്നറിയാമോ? മോനെ കൊണ്ട് മഹാവേഷം കിട്ടുകയാണ്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഉള്ളിലെ പ്രശ്നം നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും മൂത്ത മകനെ പോലെ ആകാനുള്ള എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്ത് അവന് കിട്ടേണ്ടുന്ന അനുഗ്രഹം ഇളയ മകന് വാങ്ങിച്ചു കൊടുത്ത ഒരു വിരുദ്ധത്തെയാണ് മാതാവ്. ആ ചെയ്തു കൂട്ടിയ ആ പ്രക്രിയയുടെ അനുഭവം ആ മകൻ എത്ര നാൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവസാനം ദൈവം മുമ്പാകെ ചെന്ന് ഞാൻ കുഴപ്പക്കാരനാണെന്ന് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ദൈവത്തോട് മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് കാല് പിടിച്ച്, ഒരു ദൈവം നിൻ്റെ പേര് ഇനി ഇങ്ങനെയല്ല, നീ ഇസ്രായേലാണ്, നീ ചതിയും വഞ്ചനമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ പേരൊക്കെ ഇട്ട് കൊടുത്ത് അദ്ദേഹത്തെ മാറ്റുന്നിടം വരെ ഈ മനുഷ്യൻ ഈ ഒരു സ്വഭാവത്തിൽ തന്നെ ജീവിക്കുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി എവിടുന്നാണ് വന്നത്? ഈ പേരൻറ്റിൻ്റെ ഭാവമാണ്. നല്ലതിന് എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ ചെയ്ത ഈ സൂത്രപ്പണികൾ എല്ലാം ആ മകൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇന്നും യാക്കോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചതിയനെയും വഞ്ചകനെയും സൂത്രക്കാരനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുള്ളൂ. നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അദ്ദേഹം ചെയ്ത സൂത്രപ്പണികളാണ് നമ്മുടെ മനസ്സിൽ വരിക. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അവൻ ഒരാടിനെ കൊല്ലുന്നു, ശബ്ദം മാറ്റി പറയുന്നു, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മകനെ അങ്ങനെ പ്രാപ്തിയാക്കിയ ഒരു മാതാവ്. അതാ ചരിത്രം. മാനിപ്പുലേഷൻ നല്ല കാര്യമല്ല. നമ്മൾ സത്യമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്താണോ അതായിരിക്കുക എന്നുള്ള ഏറ്റവും നല്ലത്. മറ്റെന്ത് ആകാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും മറ്റെന്തെല്ലാം രൂപത്തിലേക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്താലും അതെല്ലാം അവരുടെ ജീവിതത്തിൽ ദോഷമായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ വിശ്വാസം, നമ്മളിലുള്ള അവരുടെ ആത്മവിശ്വാസം എല്ലാം കെട്ടുപോകാനിടയാകും. അതുകൊണ്ട് തന്നെയാണ് യാക്കോബിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെ
വഹിച്ച് തുടർന്ന് പോകേണ്ടവരല്ല, അതിൽ നിന്ന് പുറത്തു വരേണ്ടവരാണെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മാനിപ്പുലേഷൻ്റെ പദ്ധതികളിലേക്കൊന്നും പേരൻസിന് പോകാനായിട്ട് കഴിയരുത്. എന്താ ഉണ്ടാക്കുന്ന അപകടം എന്നറിയാമോ? ആ കൃത്രിമത്വം കാണിക്കുന്ന വഴി അവരിൽ ആത്മാഭിമാനം കുറഞ്ഞവരായി മാറുന്നു, ഉത്കണ്ഠയുണ്ടാകുന്നവരായി മാറുന്നു, ആരോഗ്യകരമായ ബന്ധങ്ങളുണ്ടാക്കാൻ, നല്ല ഫ്രണ്ട്സിനുണ്ടാക്കാൻ പറ്റാതെ അവരായി പോവും. അവർക്ക് വിശ്വാസം സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാവും. അനാവശ്യ കുറ്റബോധങ്ങൾ അവരുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കും. വൈകാരികമായ ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇത്തരമുള്ള നമ്മുടെ സഹകരണങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകളും ഹാൻഡിൽ ചെയ്യുന്ന രീതികളുമാണ്. പലപ്പോഴും പേരൻസിൻ്റെ കുറ്റങ്ങൾ എനിക്ക് വളരെ അടുത്തറിയാൻ ഒത്തിരി ഉദാഹരണം, അത് പറയാതിരിക്കുന്നത് ഒരു ഭംഗികേടെന്നുള്ള വിചാരിച്ചതാണ്. ഒരു കാരണവശാലും നമ്മുടേതായ ഭാരങ്ങളും നമ്മുടെ വഹിക്കുന്ന പ്രശ്നങ്ങളൊന്നും മക്കളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്ത് രക്ഷപ്പെടാൻ പേരൻസ് ശ്രമിക്കരുത്. ആ മക്കളുടെ ജീവിതം താറുമാറായി പോകും. അവിടെയാണ് പേരൻറ്റിങ്ങിൻ്റെ ബേർഡൻ, ഭാരം, പേരൻറ്റിങ്ങിൻ്റെ ആ യാതന എന്നൊക്കെ പറയുന്നതിനകത്ത് കിടക്കുന്നത്. നമ്മൾ മക്കളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ ജീവിതമാണ് ഭാവിയിൽ അപകടത്തിലേക്ക് പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറഞ്ഞ 2 പ്രോബ്ലത്തെ പറ്റി പറഞ്ഞ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ദൈവഹിതത്തിലേക്ക് നമ്മൾ മാറേണ്ടത് എന്താണ്, അവരെങ്ങനെ എനേബിളർ ആവുന്നത്. എനേബിളർ എന്ന പദത്തിനകത്ത് ഒരു പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയൊരു പക്ഷേ എനേബിളർ നെഗറ്റീവായിട്ട് കണ്ടേക്കാം കേട്ടോ. ആ എനേബിളെന്ന് പറയുന്നത്, എനേബിൾ ചെയ്യാന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ടേമായിട്ട് നിങ്ങൾ കണ്ടേക്കാം. നമ്മളിവിടെ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ദൈവഹിതം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദൈവഹിതത്തെ തിരിച്ചറിയുക? ദൈവഹിതത്തെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടോ? മക്കളെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്താൻ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ദൈവഹിതത്തെ പറ്റി നമുക്കറിവുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് ദൈവഹിതം എന്താണെന്ന് നമുക്കറിവുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മളെ പറ്റിയുള്ള നമ്മുടെ ഹിതം നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളുടെ ഹിതം നമുക്കറിയാമായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹിതം നമുക്കറിയാമായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഹിതം അറിയാമായിരിക്കും. പക്ഷെ നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതത്തെ പറ്റി നമുക്കറിയാൻ പറ്റുമോ? അങ്ങനെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ മക്കളെയും ദൈവഹിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? നാം എല്ലാം ഒരു പർപ്പസിലുള്ളതാണ്. നമ്മളെല്ലാം ഒരു ലക്ഷ്യമുള്ളവരാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് എൻ്റെ ഉപയോഗം അല്ലെങ്കിൽ എൻ്റെ പർപ്പസ് എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മൊബൈൽ ഫോണിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വചനം ഞാനിവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. സ്റ്റാൻഡിൻ്റെ ഉദ്ദേശം എന്നാ നിങ്ങൾക്കറിയാം. ഈ സ്റ്റാൻഡിൻ്റെ ഉദ്ദേശമല്ല ഈ മൈക്കിൻ്റെ ഉദ്ദേശം എന്നുള്ളതും നമുക്കറിയാം. ഈ മൈക്കിൻ്റെ ഉപയോഗമല്ല മൊബൈലിൻ്റെ ഉപയോഗവും നമുക്കറിയാം. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരുടെ മേലുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്തു തീർക്കാനായിട്ടുള്ള ആളാണ്? ഞാൻ വളരെ കുഴഞ്ഞ ഒരു പ്രശ്നമാണിത്. കാരണം ചെറുപ്പം തൊട്ടേ പല പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ ദൈവഹിതം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒത്തിരി പ്രയാസം നേരിട്ടിട്ടുണ്ട്. നമ്മളെപ്പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ, അല്ലേ? ഈ മൈക്കിൻ്റെ ലൈഫ് ആരംഭിക്കുന്ന എപ്പോഴാണ്? ഇത് ആ പർപ്പസിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ്. വെട്ടിക്കാത്തിരിക്കുന്നിടത്തോളം കാലം ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്താലേ എൻ്റെ ഉദ്ദേശം നടപ്പിലാകുന്നില്ല, കളി നടക്കുമായിരിക്കും. പക്ഷെ നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ആരംഭിക്കുന്നത് നാം നമ്മളെ തിരിച്ചറിയുന്നിടത്താണ്. നമ്മളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാമെന്ന് മക്കളെ പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമ്മളോടൊന്ന് ചോദിക്കാം, ഞാൻ യഥാർത്ഥത്തിൽ ദൈവഹിതത്തിൽ നിൽക്കുന്ന ആളാണോ? ദൈവം എന്നെ പറ്റി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെ സാധാരണ മറ്റാരെ പോലെയും ജനിച്ച് ജീവിച്ച് മരിച്ചു പോകേണ്ട ഒരാളാണോ എന്ന് ചിന്തിക്കുക.
ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു മ്യൂസീഷ്യൻ, ഒരു ബേസ് ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു ഗാനമേള പരിപാടിക്ക് പാലക്കാടിന് പോവുകയാണ്, വാഴക്കുളത്ത് മൂവാറ്റുപുഴ എന്നിട്ട്. അപ്പോൾ വണ്ടി കയറി രാവിലെ ഇരുന്നു, വണ്ടി പുറപ്പെട്ടു. പാലക്കാടാണ് വൈകിട്ട് പ്രോഗ്രാം. പോകാനായിട്ട് ഞങ്ങളങ്ങിരുന്നു. അപ്പോൾ ഞാൻ ചില വർഷങ്ങളായപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് 2-3 വർഷമായി. അന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ഒറ്റപ്പെടൽ തോന്നി. ഞാൻ ഏറ്റവും പുറകിലെ വണ്ടിയുടെ ഏറ്റവും പുറകിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത വരിക, ജെയ്സൺ, നീ യഥാർത്ഥത്തിലൊരു ഗിറ്റാറിസ്റ്റാണോ, അത് മാത്രമാണോ? ചിന്ത എന്നിൽ വരിക. ഞാൻ പാലക്കാട് ചെല്ലുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ കേവലം ഒരു ഗിറ്റാറിസ്റ്റ് അല്ല. എൻ്റെ അനേക കഴിവുകളിൽ ഒരെണ്ണം മാത്രമാണ് ഗിറ്റാർ വായിക്കുക എന്നുള്ളത്. പക്ഷേ ഇതല്ല ഞാൻ ഇങ്ങനെ അവസാനിക്കില്ല എന്നൊരു തീരുമാനത്തിലെത്തി. ഇത്ര എനിക്കറിയാം, ഞാനൊരു ഗിറ്റാറിസ്റ്റായിട്ട് അവസാനിക്കേണ്ട ആളല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ എത്തി. അതായിരുന്നു ഒരു ക്ലിക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എനിക്ക് പടം വരയ്ക്കാനറിയാം, എനിക്ക് പാട്ട് പാടാനറിയാം, എനിക്ക് ഗിറ്റാർ വായിക്കാം, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നു, എനിക്ക് ശീലവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഞാൻ എന്നുള്ളത് ഞാൻ ആ വണ്ടിയിരുന്നാണ് തിരിച്ചറിയുന്നത്. പിന്നെ അവിടെ തൊട്ട് അന്വേഷണമായിരുന്നു ഞാൻ ആരാണെന്നുള്ളത്, ഞാൻ എന്ത് ചെയ്തു തീർക്കേണ്ടതാണ് ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടത്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായൊരു അന്വേഷണമായിരുന്നു. നമ്മളെപ്പറ്റിയുള്ള ദൈവഹിതത്തെ തിരിച്ചറിയാൻ നമ്മൾ കുറേ കൂടെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് വന്നു ചേരുന്നതല്ല. കാരണം നമ്മളോട് നിങ്ങൾ ഇതാണെന്ന് പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ ഏതെങ്കിലും ഒരു കഴിവിനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് എന്ന് പറയാനായിട്ട് ഒത്തിരി പേരുണ്ട്. പക്ഷെ അതാണോ നമ്മൾ, ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ പിന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ദൈവഹിതത്തിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ വ്യത്യസ്തനായിട്ട് വരികയുള്ളൂ. അല്ലേ? നമ്മളെല്ലാം ഒരുപോലെ നിൽക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദൈവഹിതം എന്താണ് തിരിച്ചറിയാൻ കഴിയും. ബില്ലി ഗ്രഹാം പറയുന്ന ചില ടിപ്സുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഒരു 4-5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ദൈവഹിതം എന്താണ് എന്നുള്ളതിന് വേണ്ടിയുള്ള സമർപ്പണം നടത്തുക. ഞാനിതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നിൻ്റെ ഇഷ്ടം എന്താണ്, ഇങ്ങനെ സമർപ്പിക്കാനായിട്ട് കഴിയണം എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുക. വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തെപ്പറ്റി സംസാരിക്കുന്ന വചനവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം, ഇൻറ്ററാക്ഷനകത്ത് യേശു ദേവാലയത്തിൽ ചെന്നു, തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന വചനം എടുത്ത് വായിച്ചു, നമ്മൾ വായിക്കുന്നു അല്ലേ? ഈ വചനം വായിക്കുമ്പോൾ എന്നെപ്പറ്റി എന്താണ് ദൈവം പറഞ്ഞിട്ടുള്ളതെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ വചനം വായന യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് ഫലം ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കിത് വായിക്കാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റും, പക്ഷേ എന്നെ എന്തായിട്ട് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ള പലപ്പോഴും എനിക്ക് മനസ്സിലാവണം നിർബന്ധമില്ല. പക്ഷേ ഈ വചനം വായിക്കുമ്പോൾ യേശു ചെയ്ത് തന്നെ നമുക്കും ഉണ്ടാകണം. എന്താ ഞാനാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അത് ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കാൻ ഞാൻ ദൈവവചനത്തെ അനുവദിക്കണം എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയറുണ്ട്, മനുഷ്യരുണ്ട്, പ്രകൃതിയുണ്ട്, നമുക്കൊരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം ദൈവം നമുക്ക് തരുന്ന സൂചനകളുണ്ട്. നമ്മളെന്താകണമെന്ന്, അതാ ഞാൻ പറഞ്ഞേ, ഒരു വാഹനത്തിൽ വെച്ചാണ് എൻ്റെ ചിന്തകൾ മാറിയത്. എനിക്ക് ആ യാത്ര എനിക്ക് തൃപ്തിയല്ല, ഞാൻ ആവേണ്ടതല്ലാത്ത ഒരിടത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. അതാണ് എന്നെ തിരിച്ച് ചിന്തിപ്പിച്ചത്, നീ ഇതല്ല, നീ ഇങ്ങനെ ആയിട്ടല്ല അവസാനിക്കേണ്ടെന്ന് തോന്നാൻ കാരണം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇതാണ് നീ ആയിത്തീരേണ്ടത്, ഇതാണ് നീ ചെയ്തു തീർക്കേണ്ടതെന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കും. മറ്റൊന്നാണ് ദൈവിക ഉപദേശങ്ങൾ. നാലാമത്തെ കാര്യമാണ് ദൈവിക ഉപദേശങ്ങൾ നേടുക എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും ദൈവം ദൈവിക മനുഷ്യരെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കണം, നമ്മൾ അവരിൽ നിന്ന് കേൾക്കണം. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ആലോചന വഹിക്കുന്ന മനുഷ്യരെ, നമ്മളെ ഉപദേശിക്കാൻ, പരിശീലിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കാനായിട്ടും കേൾക്കാനും നമ്മൾ റെഡിയാവണം. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളിലേക്ക് വരും. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് എന്തിനാണ്? നമ്മളെ സത്യത്തിൽ വഴി നടത്തുന്ന ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാലും ഇതാണ് വഴി, അതിൽ നടക്കുമെന്ന് പറയുന്നൊരു ദൈവശബ്ദമുണ്ട്. നമ്മുടെ പിന്നിൽ നിന്ന് പറഞ്ഞു തരുന്ന
മകനെ ഇതാണ് വഴി, മകളെ ഇതാണ് വഴി എന്ന് പറയുന്ന ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി ചെവി ഓർക്കണം. ഈ ബഹളങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം ദൈവശബ്ദം മാന്യമാണ്, മൃദുലമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും അത് വളരെ ചെറുതായിട്ട് കേൾക്കുന്നത്. നമ്മൾ കൂടുതൽ ലൗഡായിട്ട് കേൾക്കുന്നത്, ഉറക്കെ കേൾക്കുന്നത് ചുറ്റുമുള്ള ആളുകളുടെ ശബ്ദവും ആക്രോശങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. പക്ഷെ നമ്മൾ ദൈവശബ്ദത്തിലേക്ക്, കർത്താവ് എന്താണ്, നീ എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് എന്നെപ്പറ്റിയൊരു പദ്ധതിയുണ്ട്, അതിൽ ദൈവം എന്നെ നടത്തുന്നു എന്നുള്ള വിശ്വാസത്തിൽ പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നയിക്കപ്പെടുക. ഒരു 5-6 കാര്യങ്ങളാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന മനുഷ്യരാണെങ്കിൽ നമ്മുടെ ജീവിതം യുണീക്കായി മാറും. എന്തിന് ദൈവം നമ്മളെ സൃഷ്ടിച്ചോ ആ പർപ്പസിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത്. ഞാൻ എത്ര വർഷം സെക്യുലർ വേൾഡിൽ നിന്നിട്ടാണ് പിന്നെ മിനിസ്ട്രിയിലേക്ക് വരുന്നത്. എൻ്റെ ലക്ഷ്യം ഇതായിരിക്കെ എത്രയോ സമയങ്ങൾ ഞാൻ അവിടെ എനിക്ക് കളയേണ്ടി വന്നു. നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതങ്ങളുണ്ട്, അത് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് ദൈവം സമയം തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എത്തിപ്പെടാൻ നമ്മൾ വൈകിപ്പോയാൽ, അത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അസംതൃപ്തരായിരിക്കും. നമ്മൾ ഹൃദയത്തിൽ നമുക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടാത്ത എന്തോ ചെയ്യുന്നിടത്തും ആകണ്ടാത്തടത്ത് നമ്മൾ ആകുന്ന പോലെ നമുക്കായി തോന്നിയേക്കാം. ഇതിൻ്റെ എല്ലാം കാരണം ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് ഒരു സ്ലൈഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയാൻ കാരണം ആവർത്തന പുസ്തകം 6:5-9 വരെ പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്, നിൻ്റെ തലമുറയുടെ ഇങ്ങനെയാണ് പറയേണ്ടത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയണം. ദൈവത്തെ എന്താണ് പഠിപ്പിക്കുന്നത്? നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഏറ്റവും വലിയ കാര്യം. ദൈവമായുള്ള ബന്ധത്തിനകത്ത് അതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതെങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വീടിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും അകത്ത് വരുമ്പോഴും നിൻ്റെ കൈമേൽ കെട്ടണം, നെറ്റിയിൽ കെട്ടണം, കണ്ണുകളിൽ കാലിന്മേൽ കുറുമ്പടി മേലൊക്കെ എഴുതണം എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് മക്കളെ നയിക്കുന്ന, കുടുംബത്തെ നയിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏർപ്പെടുക്കാനായിട്ട് കുടുംബത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പേരൻസിന് കഴിയണം. ആ ദൈവം കൊടുത്ത നിയമമാണ്, നിർബന്ധനയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്ക് വേണ്ടി ഏതെല്ലാം രീതിയിൽ അവരെ ദൈവ പദ്ധതിയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇനി 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എപ്പോഴൊക്കെയാണ് നമുക്കത് സാധിക്കുന്നത്? ഏതെല്ലാം സാഹചര്യങ്ങളാണ്? 1, ദൈവഹിതം അന്വേഷിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകണം. സങ്കീർത്തനം 2 പറയുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാനതൊന്നും എടുക്കുന്നില്ല. സങ്കീർത്തനം 40-ലും സങ്കീർത്തനം 143-ലൊക്കെ പറയും, നിൻ്റെ ഹിതം ചെയ്യാൻ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ നമ്മളായാലും പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടം ചെയ്യാൻ നീ സഹായിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എൻ്റെ ആവശ്യങ്ങളിതാണ്, എൻ്റെ ഇഷ്ടങ്ങളിതൊക്കെയാണ്, അതൊക്കെ സാധിപ്പിച്ച് നീ തരണമേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥനയുടെ നല്ല സ്വഭാവം നിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഞാൻ എഴുതിയേക്കുന്നത് അതുപോരാ, അതിനാ വിട്ടുപോയതാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞതെന്നറിയോ? ദൈ വിൽ ബി ഡൺ, അല്ലേ? നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. നമ്മുടെ പ്രാർത്ഥനയിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട, കർത്താവ് പഠിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാം എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ്, അല്ലേ? നമ്മുടെ താല്പര്യങ്ങളെ നിവർത്തിക്കാൻ വേണ്ടി ഏത് തീരുമാനം എടുക്കാൻ തയ്യാറുള്ള ആളുകളാണ്. പക്ഷെ ദൈവഹിതത്തിന് എങ്ങനെ കീഴ്പ്പെടാമെന്ന് നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ദൈവഹിതത്തിന് എങ്ങനെ കീഴ്പ്പെടണം, ദൈവഹിതത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടതാണിത്. നമ്മുടെ മക്കൾ കേൾക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്ന മനുഷ്യരാണെന്ന് അവർക്ക് മനസ്സിലാവണം. തലമുറകൾക്ക്, മക്കൾക്ക് മനസ്സിലാകാൻ കഴിയണം നാം ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരാണെന്ന്. നമ്മുടെ താല്പര്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല,
പക്ഷേ അതിനും ഒരു പടി മുകളിൽ എപ്പോഴും ദൈവഹിതത്തെ അന്വേഷിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് മുന്നേ എൻ്റെ രാജ്യനീതിയും അന്വേഷിപ്പിൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് മക്കൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനകൾ ഒരവസരമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവഹിതത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന, ദൈവഹിതം അന്വേഷിക്കുന്ന മനുഷ്യരാണെന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കേൾക്കാനും മനസ്സിലാകാനും കഴിയണം. അത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നതാണ്. എപ്പോഴും ആ ദൈവഹിതം അന്വേഷിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന പേരൻസ് ആണ് ഞങ്ങളുടേത്. എൻ്റെ മാതാവ് മരിച്ചുപോയി എങ്കിലും ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ടു വളർന്നൊരു കാര്യം അതാണ് നമ്പർ 1. ബാക്കിയെല്ലാം സെക്കൻഡറി ആണെന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയം മുതൽ സന്ധ്യാപ്രാർത്ഥനയിലെല്ലാം ഞങ്ങൾക്ക് വൈകിട്ട് എവിടെയെല്ലാം കറങ്ങി നടന്നാലും എന്തെല്ലാം കാര്യത്തിന് പോയാലും 6-7 മണിയാകുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം. രാവിലെ ഉറക്കത്തിൽ പോലും വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശീലങ്ങൾ, അതൊക്കെ വളരെ പ്രാധാന്യമായിരുന്നു. അത് ഇന്നും എന്നെ സഹായിക്കുന്നു എനിക്ക് തോന്നുന്നു. നമ്മുടെ പേരൻസിൻ്റെ ഇൻപുട്ടാണ് നമ്മൾ. ഞാൻ കുറച്ചു കാലം ഇങ്ങനെ ഈ സെക്യുലർ മ്യൂസിക് രംഗത്തൊക്കെ നടന്ന കാലത്ത് ഒരു ദിവസം അവിചാരിതമായിട്ട് ഞാൻ എൻ്റെ പിതാവ് എഴുതി വെച്ച പ്രാർത്ഥനാ ലിസ്റ്റിൽ കണ്ടു. അത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജെയ്സൻ്റെ ദൈവവേലയ്ക്കുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് എഴുതി വെച്ചേക്കുക. ഒന്നാമത്തെ ഒരു 100 ചിലാനം പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഞാൻ ആകെ വരണ്ടു പോയി സത്യത്തിൽ. കാരണം ഞാൻ അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമേ ഇല്ലാത്ത ആളായിരുന്നു. ദൈവഹിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് പിന്നീട് തുടരാനായിട്ട് ഇടയാകുന്നത്. എന്നെ നിർബന്ധിച്ചല്ല, വഴക്കുണ്ടാക്കിയല്ല, പ്രാർത്ഥനയിലൂടെ തന്നെ ഞാൻ തിരിഞ്ഞു വന്നതാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രശ്നങ്ങളുള്ള സമയം, ഒത്തിരി ഒക്കേഷൻസ് ഉണ്ട്, അവിടെ നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയും. ദാവീദ് ജനത്തോട് പറയുന്നുണ്ട്, ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. 1 ദിനവൃത്താന്തം 13:2. 1 ദിനവൃത്താന്തം 13:2 ഒന്ന് വായിക്കാമോ ആ ഭാഗം? പെട്ടകം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ്. ഇങ്ങനെയാണ്, ഞാൻ വായിക്കാമേ. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിൻ്റെ സർവ്വസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറത്തുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയക്കുക. നോക്കുക, ഒരു വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. പെട്ടകത്തിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിൽക്കുക. അപ്പോൾ അദ്ദേഹം രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിക്കുക ആ പ്രതിസന്ധിക്കകത്ത് എന്താണ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, നിങ്ങളുടെ ഹിതവും നിങ്ങളുടെ സന്തോഷവും ദൈവത്തിൻ്റെ ഹിതവുമാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും. പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളെല്ലാം ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. മറ്റൊരു സാധ്യതയാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ കർത്താവ് ചെയ്തത്. എന്താ ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ, പിതാവ് ഇത് വളരെ പ്രയാസമാണ്, ഈ പാനപാത്രം നീ എന്നിൽ നിന്ന് മാറ്റിത്തരണം, എന്നാലും എൻ്റെ ഇഷ്ടമല്ല. ഉണ്ടോ? കർത്താവ് 2-1 തീരുമാനിക്കുന്ന സമയമാണ്. മുന്നോട്ട് പോയാൽ മരണം ഉറപ്പ്, പിന്മാറണോ വേണ്ടയോ, എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുക, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കണം. ദൈവഹിതത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നേരിടുമ്പോൾ, 2-1 തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, പിന്മാറിപ്പോയാലോ എന്ന് തോന്നുന്നിടത്തൊക്കെയാണ് നമ്മൾ ദൈവഹിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ അനിയൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ നേരിട്ടപ്പോൾ ഞാനോട് പറഞ്ഞു, ഏതായാലും നീ അതിലേക്ക് പോവുക, ഒരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. ബസ്സിലിരിക്കുന്ന അവനോട് ഞാൻ പറഞ്ഞത്, കർത്താവ് നിൻ്റെ ഹിതമാണെങ്കിൽ സംഭവിക്കട്ടെ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ട് നീ വയ്ക്കുമോ? ആ ഒരു വാക്ക് അവൻ്റെ ജീവിതത്തെ രക്ഷിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ വലിയ പ്രതിസന്ധി കടന്നു പോകും ജീവിതത്തിൽ. അവിടെയൊക്കെ കർത്താവ്, ഇവിടെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, നിൻ്റെ ഇഷ്ടം എന്താണ്,
അത് നടക്കട്ടെ എന്ന് പറയാൻ, ഒരു വാക്ക് പറയാൻ നാം മനസ്സ് കാണിച്ചാൽ ഒരു ദൈവഹിതം വെളിപ്പെടും അതിനകത്ത്. അവസാനത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. റോമാലേഖനം 8:26-27 വാക്യങ്ങൾ അതാരെങ്കിലും വായിച്ചാൽ കൊള്ളാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. മതി. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവഹിതം നമ്മൾ എത്ര അറിയാൻ ശ്രമിച്ചാലും പലപ്പോഴും നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നാം പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക, നമ്മുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ ശേഷി കഴിയും. ദൈവാത്മാവിന് ദൈവഹിതം അറിയാം. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹിതം ആ സംസാരം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഞരങ്ങി പോകുന്നിടത്ത് നമുക്ക് വാക്കുകളില്ലാതെ വരുമ്പോൾ, ദൈവഹിതം അറിയാതെ നമ്മൾ ഞരങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. വചനം വളരെ വ്യക്തമായി പറയുന്നത്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എത്ര നിസ്സാരരായ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഒരു 2 വയസ്സുള്ള കുഞ്ഞിന് ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ ഹിതവും തിരിച്ചറിയാൻ പറ്റത്തില്ല. അവർക്കൊരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ 3 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ വളർച്ചയിലാണ് യഥാർത്ഥത്തിൽ ദൈവഹിതത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുമ്പോൾ മാത്രമേ ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാകത്തുള്ളൂ. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു തലമുറയെ ദൈവഹിതത്തിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേ? ഹന്ന പ്രാർത്ഥിച്ചത് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണെന്ന്? ഇസ്രായേലിന് വലിയ നാശം നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആത്മീയ അന്തരീക്ഷം വളരെ മൂല്യച്യുതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ദൈവഹിതം എന്തെന്ന് ആർക്കറിയാം? ഹന്നയ്ക്കറിയാം. ഹന്ന പറയുന്നത്, എനിക്കൊരു മകനെ തരണമെന്നല്ല, ഈ നിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാനൊരു മകനെ തരാനാണ് പറയുന്നത്. ഇപ്പോഴെനിക്ക് കിട്ടുന്ന മകനെ ആർക്കാവശ്യമുണ്ട്? ദേശത്തിന് ആവശ്യമുണ്ട്, ദൈവനാമത്തിന് ആവശ്യമുണ്ട്, ദൈവവേലയ്ക്ക് ആവശ്യമുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഹന്നയുടെ ഏറ്റവും വലിയ വിജയം. ഞാനിവിടെ അവസാനിപ്പിക്കുക. നമ്മളെന്താ തിരിച്ചറിയുന്നത്? ഈ കാലത്ത്, ഈ തലമുറയിൽ നമ്മുടെ തലമുറ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ തലമുറയിൽ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന തലമുറയെപ്പറ്റി? നശിച്ചു പോകുന്ന സത്യം എന്ത് മിഥ്യ എന്തെന്ന് അറിയത്തില്ലാത്ത, ഇപ്പോഴത്തെ ഒരു ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ട്, വെളുപ്പിക്കുക എന്ന് കേട്ടോ. വെളുപ്പിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത്. ഏത് നുണയും വെളുപ്പിക്കുന്നൊരു കാലഘട്ടമെന്ന് ഇപ്പോഴത്തെ ഒരു ടൈമാണത്. ഏത് നുണയും. പണ്ട് 2 അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു എങ്ങനെയാണെങ്കിൽ പോലും എതിരഭിപ്രായമുള്ളവർ പിന്നെയും കുറച്ചൊക്കെ അംഗീകരിക്കുമായിരുന്നു സത്യത്തെ. ഇന്ന് സത്യം എന്ന് പറയുന്ന ആർക്കറിഞ്ഞുകൂടാ. സത്യം എന്ന് പറഞ്ഞാൽ ആർക്കറിഞ്ഞുകൂടാ. സത്യത്തിന് വേണ്ടി വാദിക്കുന്ന അതേ ബലത്തിൽ തന്നെ അസത്യത്തിന് വേണ്ടി വാദിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ തലമുറയ്ക്ക് സത്യമില്ലാതായി പോകുന്ന, സത്യത്തിൽ കൺഫ്യൂസായി പോകുന്ന തലമുറയ്ക്കകത്ത് സത്യത്തെപ്പറ്റി പറയാനൊരു തലമുറ ആവശ്യമുണ്ട് ദൈവത്തിന്. നീതിക്ക് വേണ്ടി നിൽക്കുന്നൊരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ തലമുറയെ പറ്റി ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ അത്? ഈ തലമുറയിൽ അവരെന്ത് ചെയ്യണമെന്നതിനെ പറ്റി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മളത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തലമുറയിൽ ഒത്തിരി അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ അവരെ മക്കളെ ദൈവവേലയ്ക്ക് നേർന്നുകൊണ്ടാണ് പല ദിവാസന്മാരും ഉണ്ടായി വന്നത്. ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തതുകൊണ്ടാണ്. ഉദരത്തിലിരിക്കുമ്പോഴേ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ടും ദൈവത്തിന് ഹിതം പറഞ്ഞു കൊടുത്തതും കൊണ്ടൊക്കെയാണ്. ഇന്ന് നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ അമേരിക്കയ്ക്കല്ലേ വിട്ടുകൊടുക്കുന്നത്, അല്ലേ? കമ്പനികൾക്കല്ലേ, അമേരിക്ക പോട്ടെ, കമ്പനികൾക്കാണ് വിട്ടുകൊടുക്കുന്നത്, ഗവൺമെൻറ്റുകൾക്കാണ് വിട്ടുകൊടുക്കുന്നത്. ദൈവരാജ്യത്തിന് കൊടുക്കാനായിട്ട് തലമുറയില്ലാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്.